വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മളൊരു ടിഫിൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഈസി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് വേണ്ട, നമ്മളൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് സവോളയാണ്. സവോള ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടാണുള്ളത്. പിന്നെ നമുക്ക് ചീസ് വേണം. ചീസ് ഇവിടെ ചെഡർ ചീസ് ചെറുതായി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു പാന് ചൂടാക്കി വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇതിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴറ്റിയതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ. ചിക്കന് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ചിക്കന് പകരം പനീറോ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇത് ബ്രൗൺ ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിന് പകരം നിങ്ങൾക്ക് സോസേജ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ കംപ്ലീറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെഡർ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. മൊസറല്ല ചീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നന്നായിരിക്കും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുകയാണ്. ഒറിഗാനോ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മളിത് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതാ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗീക്ക് പകരം ബട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗീ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗീ ചൂടായതിനു ശേഷം ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് സീലായിട്ട് കിട്ടുക. നല്ല സീലായിട്ട് കിട്ടും ചീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സൈഡിൽ ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ സാൻഡ്വിച്ചിൻ്റെ 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കാണാനുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.